ഖുന്നിച്ചോ മിനസാൻ റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസെക്കിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസെറ്റ് എങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു എപ്പിസോഡും കൂടെ കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി അങ്ങോട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സ് കഴിയാൻ നേരത്തും പതുക്കെ ബെറ്റർ ആയി വരും. പിന്നെ പിടിച്ച കിട്ടാത്ത ഉയരങ്ങളിലേക്കായിരിക്കും ഈ ഒരു മാനു സീരീസ് ചെന്ന് അവസാനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീരീസിന്റെ ഒരു സെക്കൻഡ് പോലും മിസ്സാക്കാതെ മസ്റ്റായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ലൈക്ക് ചെയ്തവര് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമ്മുടെ സെക് ലീഡർ ചോദിക്കുകയും ചെയ്യും, അല്ല, അവനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അവൻ എന്തായാലും നേർവഴി അറിയാം, അതെനിക്ക് ഉറപ്പാണ്. നിനക്കും അങ്ങനെ തോന്നിയല്ലേ? ശരിയാണ്, അവന് ചെറിയൊരു പയ്യനാണ്. പക്ഷേ അവൻ്റെ വിസ്ഡം എന്ന് പറയുന്നത് സംസാരിക്കാൻ നേരത്ത് തന്നെ നമ്മൾക്ക് മനസ്സിലാകും. കുറച്ച് റഫായുള്ള സിറ്റുവേഷനിലൂടെയാണ് അവനിപ്പോൾ കടന്നു പോകുന്നത്. എങ്കിലും അവൻ്റെ ഏജ് വെച്ച് നമുക്കതെല്ലാം മനസ്സിലാകത്തില്ലേ? അല്ല, പക്ഷേ അതിനെല്ലാം അപ്പുറം ചെങ് മെങ്ങായിട്ട് സംസാരിക്കാൻ നേരത്ത് ഒരു കൊച്ചുകുട്ടിയായിട്ട് സംസാരിക്കുന്ന പോലെയല്ല എനിക്ക് തോന്നുന്നത്. ലൈക്ക് അവൻ സംസാരിക്കുന്ന രീതി, അതെല്ലാം തന്നെ ചൈൽഡിഷ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതിലപ്പുറം എന്തോ ഉള്ളതുപോലെ. ഞാൻ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ലൈക്ക് ഇതിലും വലിയ ആരോ ഒരാളാണ് അവനെന്ന്. എന്നാൽ ഒരു കൊച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തോന്നുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അല്ല, സത്യം പറഞ്ഞാൽ ഞാൻ വേറെ എങ്ങനെയാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ യങ്, നിനക്കെന്താണ് പറയാനുള്ളത് അവനെപ്പറ്റി? അല്ല, അത് പിന്നെ സെക്രട്ടറി, താങ്കൾക്കറിയാവുന്നതല്ലേ, എനിക്കിങ്ങനെ ആൾക്കാരെ പറ്റിയൊന്നും അങ്ങനെ പറയാനെന്ന് പറഞ്ഞൂടാ. ഏയ്, എന്നാലും നിനക്ക് എന്തെങ്കിലും തോന്നിക്കാണുമല്ലോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവനെന്തായാലും കുട്ടിക്കളിയൊന്നുമില്ല. ഏ, അതെന്തായാലും എനിക്ക് ഉറപ്പാണ്, അവന് കുട്ടിക്കളിയൊന്നുമില്ല. അപ്പോൾ എനിക്ക് മാത്രമല്ലായിരുന്നല്ലേ അങ്ങനെ തോന്നിയത്? എനിക്ക് കുറച്ച് കുട്ടികളെയൊക്കെ അറിയാം. അവർ ഈ റഫുള്ള ലൈഫ് കാരണം തന്നെ അവരുടെ ഉള്ളിലൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആവും. അവർ മെച്യൂർഡ് ആയ പോലെ ഡെവലപ്പൊക്കെ ചെയ്യാൻ തുടങ്ങും. പക്ഷേ ചെങ്മ്യങ് അവൻ അങ്ങനെയല്ല. ലിറ്ററലി ഒരു കുഞ്ഞു കുട്ടിയായിട്ടല്ല, കംപ്ലീറ്റ് ഒരു പക്ക അഡൾട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവൻ്റെ ഏജ് വെച്ച് നോക്കാനത് അവൻ എപ്പോഴും മെച്യൂർഡായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു കുട്ടിയാണെങ്കിലും അവൻ ചില സമയത്ത് പക്ക അഡൾട്ടായിട്ട് തന്നെയല്ലേ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ താങ്കൾ പറഞ്ഞത് അവൻ കറപ്റ്റായെന്നാണോ? ഒരിക്കലും അങ്ങനെയല്ല. പക്ഷേ എന്താണ്? ഹും, എനിക്ക് നിന്റെ പോയിന്റ് മനസ്സിലായി. പക്ഷേ ഒരു കാര്യം മറക്കണ്ട, അത് അത്ര ചിന്തിക്കാനുള്ള കാര്യമൊന്നുമില്ല. അവനൊരു കൊച്ചല്ലേ, അവനൊരു കൊച്ചായിട്ട് തന്നെ ഇരുന്നാൽ മതി. ആ, എനിക്ക് മനസ്സിലായി സെക് ലീഡർ. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവരെയൊക്കെ നെറസ്റ്റ് ചെയ്യുക എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും അത് ഇനി ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഗൈഡും ചെയ്യും. എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പറഞ്ഞത് മനസ്സിലായോ? അതെ, അത് ഞങ്ങൾക്ക് വ്യക്തമായി തന്നെ അറിയാം. അല്ല, നമ്മുടെ റീകൺസ്ട്രക്ഷൻ അതെങ്ങനെ നടക്കുന്നു? അത് കുഴപ്പമില്ല, നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ തടിയെല്ലാം ഈ മേലിലേക്ക് കൊണ്ടുവരുന്ന ബുദ്ധിമുട്ട് കാരണം അവരെ കാട്ടിൽ നിന്ന് മുറിക്കാൻ തുടങ്ങി. അതൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ നമുക്ക് ഇവിടുത്തെ പണിയൊക്കെ തീർക്കാൻ പറ്റും. അതെന്തായാലും കൊള്ളാം. അല്ല, നീ വിചാരിക്കുന്നുണ്ടോ ഞാൻ മൗണ്ട് ഹോസ്റ്റെക്കിന്റെ അപ്പിയറൻസിലേക്ക് കുറേയധികം പൈസ മുടക്കുന്നെന്ന്? സെക്രട്ടർ, താങ്കൾ എന്താണ് പറയുന്നത്? ഒരിക്കലും അങ്ങനെ വിചാരിച്ചില്ല. ഞാൻ ചെയ്യുന്നതല്ല എല്ലാവർക്കും വേണ്ടി തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ മൗണ്ട് ഹോസെക്ടി എന്തായാലും ഒന്ന് റീബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കുറച്ച് മെച്ചപ്പെടണ്ടേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. താങ്കൾ എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്? അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അവൻ തല കുനിച്ച് ബോ ചെയ്തുകൊണ്ട് പറയുകയും ചെയ്യും. അല്ല, അതേപോലെ തന്നെ നമ്മുടെ പുതിയ ടെക്നിക്സ് ഒക്കെ അതിനെപ്പറ്റിയൊക്കെ താങ്കൾ നോക്കിയോ? സെക്രട്ടറി അത് നോക്കിയിരുന്നു. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ അത്ര എളുപ്പമല്ല. സോ കെയർലെസ് ആയിട്ട് എനിക്കിവിടെ മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ ഒരാഗ്രഹമില്ല. അതുകൊണ്ട് എൻ്റെ ലൈഫ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന രീതി അല്ല, മൗണ്ട് ഹോസെക്ട് തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ആ ടെക്നിക്സ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് പോലും ഞാൻ ഉണ്ടാക്കത്തില്ല. എങ്കിൽ എന്ത് കുഴപ്പമിരിക്കുന്നു? എൻ്റെ വിശ്വാസം നിങ്ങളുടെ രണ്ടുപേരുടെ മുകളിലുണ്ട്. അല്ല, ഞാനിതിപ്പോൾ അദ്ദേഹത്തിനോട് പറയണോ? സത്യം പറഞ്ഞാൽ ആ ബുക്സിലെ ടെക്നിക്ക് കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ടാണ് തോന്നിയത്. 100 വർഷത്തിനെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് വരാൻ നേരത്ത്, അല്ല, ആദ്യം ഡിസ്കവർ ചെയ്തപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല. പക്ഷെ ഒന്നുകൂടെ വായിച്ചപ്പോൾ ആരോ റഷാക്കി എഴുതിയതുപോലെയൊക്കെ തന്നെ. സത്യം പറഞ്ഞാൽ ഇതെല്ലാം മനഃപൂർവ്വം ആരോ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ചിന്തിച്ചു കൂട്ടണ. അത് വേണ്ട. പക്ഷേ എങ്കിലും മൗണ്ട് ഹോസെക്കിനെ ആരോ സീക്രട്ടായിട്ട് ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതാരായിരിക്കും? നാശം, ആദ്യത്തിന് ഒരു പില്ലെങ്കിലും എനിക്ക് തന്നുകൂടായിരുന്നോ? ഒന്നുമില്ലെങ്കിൽ എത്ര നേരം കുത്തിയിരുന്നിട്ടാണ് ആ ടെക്നിക്സ് ഒക്കെ ഞാൻ എഴുതി കൊടുത്തത്. എന്നാലും അതിൻ്റെ ഒരു നന്ദി പോലും കാണിച്ചില്ല. പക്ഷേ എന്നാലും പക്ഷെ ആ പില്ലി വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു വന്ന് പിന്നെ പറയാൻ പറ്റത്തില്ല. സെക് ലീഡർ അല്ലേ? ഇതെന്തായാലും ഒട്ടും നല്ലതല്ല. ഓൾറെഡി ഞാനത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ബോഡി ഇപ്പോൾ കംപ്ലീറ്റ്ലി പ്രശ്നത്തിലാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 1 വർഷം അല്ല, എങ്ങനെ പോലും മിനിമം ഒരു 6 മാസമെങ്കിലും വേണ്ടി വരും. അല്ല, 6 മാസം എന്ന് പറയാൻ നേരത്ത് ഒട്ടും തന്നെ നിസ്സാരമല്ല. എൻ്റെ പ്രായത്തിലൊരു കുട്ടി 6 മാസം ട്രെയിൻ ചെയ്താലാണ് അവർക്ക് ചെറിയൊരു ഗ്രോത്ത് എങ്കിലും കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഈ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഞാൻ റിക്കവർ ആകാനായിട്ട് ഒരു വഴി കണ്ടെത്തണം. സത്യം പറഞ്ഞാൽ
ഇനീറ്റുള്ള ക്യു ഐ അല്ലെങ്കിൽ ട്രൂ ക്യു ഐ റിക്കവർ ചെയ്തിട്ട് രണ്ട് മാർഗ്ഗമാണുള്ളത്. ഒന്ന് ഒരു പിൽ ഓഫ് ലൈഫ് കിട്ടണം, അല്ലെങ്കിൽ ആരെങ്കിലും ക്യു ഐ ട്രാൻസ്ഫർ ചെയ്യണം. എന്നാൽ ഈ സമയത്ത് ക്യു ഐ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരാളെ പോലും എനിക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല. ഹാ, ആ കാലത്തൊക്കെ വെറുതെ ഹാങ് ഓവർ മാറ്റാൻ വേണ്ടി മാത്രമാണ് ഞാനത് കഴിച്ചിട്ടിരുന്നത്. അടിച്ച് ലക്ക് കിട്ടാൻ നേരത്ത് ആ ഹാങ് ഓവർ ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി അത് കഴിച്ചുകൊണ്ടിരിക്കും. ഉള്ളത് പറഞ്ഞാൽ ശരിക്കും എഫക്റ്റീവ് ആയിരുന്നു. ഒന്ന് അടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ ഒരു സമയത്ത് അടിച്ചു കഴിഞ്ഞാൽ. അല്ല, ഈ ഒരു ഹാങ് ഓവർ മാറാൻ. അല്ല, ഹാങ് ഓവർ എനിക്ക് എനിക്കറിയാം അതെവിടെ ഇരിക്കുന്നുവെന്ന്. പിൽ ഓഫ് ലൈഫ്സ് എവിടെയുള്ളതെന്ന് എനിക്കറിയാം. പിന്നെ കാണിക്കുന്നത് ചങ് മെയ് ഓടുന്നതാണ്. അതവിടെ കാണാം. അല്ല, അതവിടെ തന്നെയുണ്ട്. എന്നിട്ട് നേരെ മുമ്പിലേക്ക് ഓടുവാണ്. നാശം, ഈ മന്ദബുദ്ധി, നീ എന്താണ് ഇത് നേരത്തെ വിചാരിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ്റെ സ്ഥലത്ത് ഓടിച്ചെന്ന് നിന്നു. നന്നായിട്ട് അവൻ കഥക്കുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കിയത് നേരെ മുകളിലേക്കാണ്. അതായിരുന്നു ദി റഡ്സ്ലി ഡിസ്കണക്റ്റഡ് ക്ലിഫ്. സത്യം പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസ് ആയുള്ള ടോപ്പ് 5 മൗണ്ടൻസിലെ ഒരു ക്ലിഫ് തന്നെയായിരുന്നു അത്. സത്യം പറഞ്ഞാൽ ആരും തന്നെ ഈ സ്ഥലത്ത് പോകത്തൂല, അവിടേക്ക് കയറത്തൂല. അത്രയും സ്റ്റീപ്പും ഡേഞ്ചറസും ആയുള്ള ഒരു ക്ലിഫാണ്. എടാ ഭ്രാന്ത, നിനക്ക് സീക്രട്ട് ആയുള്ള സ്ഥലം ഇവിടെ തന്നെ വെക്കണമായിരുന്നാ? ഞാൻ ചങ്മ്യങ് മൗണ്ട് ഹോസിൽ നിന്ന് ഒന്ന് ഒളിച്ചിരിക്കാൻ വേണ്ടി വന്നിട്ടിരുന്ന സ്ഥലമായിരുന്നു ഇത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലിഫ് ആയതുകൊണ്ട് ആരും ഇവിടേക്ക് വരത്തില്ല. അവിടെ ചെറിയൊരു ഗുഹയുണ്ട്. അവിടെ വെച്ചായിരുന്നു ഞാൻ എപ്പോഴും പോയി ഒളിച്ചിരുന്നത്, ബാക്കിയുള്ളവർ കാണാതെ ഒളിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ അത് ശരിക്കും നല്ലൊരു ഹെൽപ്പാണ്. കാര്യം ആരും കാണാതെ കുടിക്കുകയും കിടന്നുറങ്ങുകയും ട്രെയിനിങ് ഒക്കെ സ്കിപ്പാക്കാനും എല്ലാത്തിനും പറ്റിയൊരു സമയം. പക്ഷേ ഇത് അല്ല, എന്നാലും ഞാൻ എന്തിനല്ല അങ്ങനെയൊക്കെ ജീവിച്ചത്? അതെന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ എന്തായാലും ഈ കാര്യം മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഇതിൻ്റെ മുകളിൽ എവിടെയോ ആ ഒരു സ്ഥലമുണ്ട്. എൻ്റെ പഴയ ജന്മത്തിൽ നിസ്സാരമായി 2 ചാട്ടത്തിന് എനിക്ക് അവിടെ ചെല്ലാൻ പറ്റുമായിരുന്നു. എന്നാൽ ഈ ശരീരം വെച്ചുകൊണ്ട് അതെന്തായാലും പറ്റത്തില്ല. അപ്പം പിന്നെ ഇനി ഒരേ മാർഗ്ഗങ്ങളെന്നും പറഞ്ഞ് അവൻ കറങ്ങി മറ്റൊരു വഴിയിൽ കൂടെ ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് ചെന്നു. അവൻ്റെ കയ്യിലാട്ടെ കുറച്ച് കയറുണ്ടായിരുന്നു. ആ കയറുമായിട്ട് നേരെ ചെന്നിട്ട് പറയും ചെയ്യും, അപ്പോൾ പിന്നെ കയറുന്നതിന് പകരം ഞാൻ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കയറുന്നതിനെക്കാട്ടും 10 മടങ്ങ് ഡേഞ്ചറസ് ആണ് ഈ സാമാന്യ ക്ലിഫിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങേണ്ടത്. എന്തെങ്കിലും ആട്ടെ, ഒരൊറ്റ ജീവിതമുള്ളല്ലോ. അല്ല, ടെക്നിക്കലി ഇതിൻ്റെ രണ്ടാമത്തെ ജീവിതമാണ്. എന്തെങ്കിലും ആട്ടെ, എന്തായാലും ഇറങ്ങാമെന്ന് പറഞ്ഞ് ആ ഒരു മരത്തിൽ അവൻ ആ കയറ് കെട്ടി നേരെ താഴത്തേക്ക് പതുക്കെ ഇറങ്ങാനും നോക്കി. എന്നിട്ട് പറയും ചെയ്യും, എടാ പ്രാന്ത, നീ എന്തിനാണ് ഇവിടെ കൊണ്ടുപോയത് വെച്ചത്? സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ഡിസിപ്ലിൻസ് ആരും തന്നെ ഇവിടേക്ക് വരത്തില്ലായിരുന്നു, ഇത്രയും ഡേഞ്ചറസ് ആയതുകൊണ്ട്. അതിലുപരി ഈ ഒരു ക്ലിഫ് ബാക്കി എല്ലായിടത്തു നിന്നും ഡിസ്കണക്റ്റ് ആകാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് അത്രയും സ്റ്റീപ്പും അത്രയും ഡേഞ്ചറസും ആയതുകൊണ്ടാണ്. ഒരു പിടിവിട്ടാൽ മതി എൻ്റെ പണി കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കാലങ്ങോട്ട് തെന്നിപ്പോയി. ലിറ്ററലി അവൻ്റെ കൈ അങ്ങോട്ട് വിട്ടുപോയി. ചുരുക്കം പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസ് ആയ ക്ലിഫിൽ നിന്ന് അവൻ നേരെ നിലത്തേക്ക് വീണുപോയി. നാശം, ചത്തെന്നാണ് തോന്നുന്നത്. അല്ല, ഞാൻ ചാകുവോ? പെട്ടെന്ന് ആ കയറ് കാരണം നേരെ ഒന്ന് നിലത്തിരിച്ചിട്ട് അതേപോലെ തിരിച്ച് പൊങ്ങിപ്പോയി. ഭാഗ്യം, ഈ റോപ്പ് സേവ് ചെയ്ത്. എന്നാൽ ആ ഒരു നീട്ടം കാരണം തന്നെ അവൻ അതേ സ്പീഡിൽ ആ ക്ലിഫിൽ വന്ന് ഇടിക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ കയ്യിലേക്ക് എനർജി ഗ്യാദർ ചെയ്തിട്ട് ക്യു ഐ സക്ഷൻ ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക് അങ്ങോട്ട് ചെയ്തത്. എന്നാൽ അത് വളരെ ഡേഞ്ചറസ് ആയിരുന്നു. അതുമൂലം തന്നെ അവൻ്റെ ഇടത്തേക്കട ഇലകൾ അങ്ങോട്ട് ഒട്ടിഞ്ഞ് അവൻ്റെ കൈ നേരെ നിലത്തേക്ക് വീണുപോയി. മറ്റേ കൈ കൊണ്ട് അവൻ എങ്ങനെയോ അവിടെ പിടിച്ച് നിൽക്കുകയും ചെയ്തു. നാശം, ഈ ശരീരം കൊണ്ട് എനിക്ക് ഒരു ഉപയോഗമില്ലല്ലോ, കോപ്പ്. പക്ഷേ അപ്പോഴാണ് അവനത് കണ്ടത്. യെസ്, അതാണ് ആ സീക്രട്ടായുള്ള ഹൈഡൗട്ട്, എൻ്റെ ഹൈഡൗട്ട്. ഈ റോപ്പിൻ്റെ ലെങ്ത് ഏകദേശം ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇറക്കിയത്. അതെന്തായാലും നന്നായി. ഇനി എന്തൊക്കെ വന്നാലും ആ ഒരു ക്ലിഫിലേക്ക് ഞാൻ കയറിയേ പറ്റത്തുള്ളൂ. ഈ ക്യു എ സക്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് എനിക്ക് ചെറിയൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ നൈസിൽ അവിടെ നിന്നുകൊണ്ട് ഒന്ന് ആടാൻ നോക്കി. അതായത് ആ ക്ലിഫിൽ നിന്നുകൊണ്ട് അവൻ പതുക്കെ ബാക്കിലേക്ക് ആഞ്ഞ് ആ ഒരു മൊമ്പന്നെ കിട്ടിയപ്പോൾ നേരെ ചാടാൻ വേണ്ടി പോയപ്പോഴാണ് ആ കയറങ്ങോട്ട് പൊട്ടിപ്പോയത്. ലിറ്ററലി അവൻ അവിടെ ഒന്നും പറയാതെ ഇരുന്ന് പോയി. മിഡ് എയറിൽ കൂടെ നാശം, ഞാൻ ചത്തേന്നും പറഞ്ഞ് നേരെ നിലത്ത് വന്ന് ഇടിക്കാൻ പോയപ്പോൾ വീണ്ടും അവൻ ക്യു ഐ സക്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത്. പക്ഷേ ഇത്തവണ അവൻ്റെ എല്ലാ വിരലുകളും അവനങ്ങോട്ട് ഒടിക്കേണ്ടി വന്നു. അത്രയും പാടായിരുന്നു. അടുത്ത സെക്കൻഡ് അവൻ ആ കൈ വിട്ടുപോയി നേരെ നിലത്തിടിച്ച് തെറിച്ച് ബാക്കിലേക്ക് വീഴാൻ പോയപ്പോഴാണ് കറക്റ്റ് സമയത്ത് ആ കയറ് ഒരു സ്ഥലത്ത് കുടുങ്ങിയത്. അതുകൊണ്ട് മാത്രം അവൻ താഴത്തേക്ക് വീഴാതെ അവിടെ തൂങ്ങി കിടന്നു. ലിറ്ററലി അത്രയും ആഴത്തിലാണ് അവനവിടെ തൂങ്ങി കിടന്നത്. പിന്നെ കാണുന്നത് എങ്ങനെയൊക്കെ അവൻ പിടിച്ച് വലിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് കയറുന്നതാണ്. നായൻ്റെ മോനെ, നിനക്ക് എന്തിൻ്റെ വരാന്തായിരുന്നു ഇവിടെ കൊണ്ടുപോയി വെക്കേണ്ടത്? അല്ല, സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഹൈഡൗട്ട് വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, അത് ഈ ട്രെയിൻ ചെയ്യാൻ വേണ്ടി. പറഞ്ഞതുപോലെ ഈ ഹൈഡൗട്ട് വെച്ചത് ഞാനാണല്ല, ഞാൻ എന്തിനാണ് അത് മറന്നുപോയത്? അതെന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും കേവ് വിട്ടിട്ടുണ്ട്. പക്ഷേ ചത്തില്ലെന്നേയുള്ളു. പിന്നെ അവൻ നേരെ അകത്തേക്ക് കയറി.
എന്നിട്ട് അവിടെയുള്ള ആ തുണി പിടിച്ച് വലിച്ച് മാറ്റിയപ്പോഴാണ് ആ ഒരു സ്ഥലം കാണാൻ സാധിച്ചത്. ഭാഗ്യം അവൻ എന്തായാലും ഒരു ലൈറ്റ് ക്രിസ്റ്റൽ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നല്ലോ. ഇതെന്തായാലും നന്നായി. ഓ അല്ല, അത് ഞാൻ തന്നെയല്ല ഇവിടേക്ക് കൊണ്ടുവന്നത്. കോപ്പ് ഈ ഒരു ഓർമ്മ. പിന്നെ കാണുന്നത് അവിടെയുള്ള ഒരു പെട്ടി നൈസിൽ അവൻ അങ്ങോട്ട് തുറന്ന് നോക്കിയതാണ്. അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ചധികം സാധനങ്ങളുണ്ടായിരുന്നു. അതിലാട്ടെ ഒരു പെട്ടിയും ഇരിപ്പുണ്ടായിരുന്നു. ആ പെട്ടി കയ്യിലേക്ക് എടുത്തിട്ട് പറയുകയും ചെയ്യും, എൻ്റെ മനസ്സ് പറയുന്നത് ഇതിൻ്റെ അകത്ത് പ്ലം ബ്ലോസം പിൽസ് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ്. അതെങ്ങാനും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതെൻ്റെ ബോഡി റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞ് പതുക്കെ അതങ്ങോട്ട് തുറന്നപ്പോൾ ശരിക്കും അവൻ ഞെട്ടിത്തെറിച്ച് പോയി. ലിറ്ററലി ഒരു റിച്ചായുള്ള പ്ലം ബ്ലോസത്തിന്റെ ഫ്രാഗ്രൻസ് ആണ് അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്തുണ്ടായിരുന്നത് അവൻ നോക്കി വന്ന പിൽസ് മാത്രമല്ല, ഈവൻ ദ സ്നോ ബ്ലോസം പിൽസും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഈ സ്നോ ബ്ലോസം പിൽസ് എന്ന് പറയുന്നത് അവൻ തേടി വന്ന ആ ഒരു പ്ലം ബ്ലോസം പിൽസിനെക്കാട്ടും ബെറ്റർ ആണ്. ചുരുക്കം പറഞ്ഞാൽ ആ പിൽ ഓഫ് ലൈഫിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള 3-4 പിൽസ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. യെസ്, ഭാഗ്യം, എൻ്റെ ഭാഗ്യം, ഇതെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഹോ എൻ്റെ പൊന്നോ, അന്ന് ഞാൻ ഒളിപ്പിച്ചത് എന്തായാലും നന്നായി. സെക്ലീഡർ എന്നോട് പുറത്തേക്കണം കേട്ടോ. ഹാ, ഇനി എന്തായാലും കുഴപ്പമില്ല. എൻ്റെ ബോഡി എന്തായാലും എനിക്ക് കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ അതിനു മുമ്പ് എനിക്ക് എൻ്റെ ഇന്നർ എനർജി അത് കംപ്ലീറ്റ്ലി മാനേജ് ചെയ്ത് ബിൽഡ് ചെയ്യണം. ഇനി ഹെസിറ്റേറ്റ് ചെയ്യാൻ സമയമില്ല. ആദ്യം ഞാൻ സ്നോ ബ്ലോസം പില്ലിനെ കഴിക്കുമെന്ന് പറഞ്ഞ് അതൊരെണ്ണം അവൻ വായിലേക്ക് എടുത്ത് ഇട്ടു. അടുത്ത സെക്കൻഡിൽ തന്നെ അത് പതുക്കെ അലിഞ്ഞു പോകാനായിട്ട് തുടങ്ങി. അവൻ്റെ ശരീരമായിട്ട് ആ പില്ല് ഒന്നായി മാറി. എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അതിന് മുമ്പ് തന്നെ അതിൻ്റെ ശരീരമായിട്ട് കംപ്ലീറ്റ്ലി അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അല്ല, ഈ ഒരു സെന്റ് അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യും. അതല്ല, ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ട സമയമാണെന്ന് പറഞ്ഞ് അവനത് ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യം ഞാൻ ചെയ്യേണ്ടത് EQI എൻ്റെ ബോഡിയിൽ നിന്ന് എസ്കേപ്പ് ആകാതിരിക്കാൻ വേണ്ടി ഞാനത് പിടിച്ചു വെക്കണമെന്ന് പറഞ്ഞ് അവൻ കുറച്ച് സ്ട്രഗിൾ ചെയ്താണെങ്കിലും അത് പിടിച്ച് വെക്കുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എൻ്റെ ട്രൂ QI ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്കത് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇത് കംപ്ലീറ്റ്ലി ഇംപ്യൂർ ആണ്. അതിലുപരി ഈ സ്നോ ബ്ലോസം പിൽസ് എന്നറിയപ്പെടുന്നത് മൗണ്ട് ഹോസെക്റ്റിൻ്റെ പ്രൈഡ് എന്നാണ്. പക്ഷേ എൻ്റെ ഡാൻഡിലിൽ വെക്കാനും അതിനകത്ത് കുറേയധികം ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ആദ്യം ഞാനത് പ്യൂരിഫൈ ചെയ്യണം. പക്ഷേ അങ്ങനെ പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം QI നഷ്ടപ്പെടുമായിരിക്കും. എന്നാൽ എനിക്ക് മറ്റു മാർഗ്ഗമില്ല. ആദ്യം ഞാൻ കിട്ടിയ ഫൗണ്ടേഷൻ അത് ഉറപ്പിക്കണം. എന്നിട്ട് മാത്രമേ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ പ്യുവർ QI ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ കളയെന്ന് പറഞ്ഞ് ആ ഒരു സ്നോ ബ്ലോസം പിൽസിൻ്റെ അകത്തുള്ള പ്യുവർ QI മാത്രമായിട്ട് അവൻ മാറ്റി. അതിൽ നിന്നുള്ള ബാക്കി അനാവശ്യമുള്ള QI എല്ലാം അവൻ പുറത്തു തള്ളി. അല്ല, ഇത്ര മാത്രമേ ബാക്കിയുള്ളൂ? ഇത് കംപ്ലീറ്റ്ലി വേസ്റ്റ് ആയിരിക്കുമല്ലോ. പക്ഷെ കുഴപ്പമില്ല. ആദ്യം എൻ്റെ ഇമ്പ്യൂരിറ്റീസിലേക്ക് അതിനെ കടത്തി വരണമെന്ന് പറഞ്ഞ് അവൻ പതുക്കെ അവൻ്റെ ഉള്ളിലൂടെ അത് കടത്തിവിട്ടു. എന്നിട്ട് അവൻ്റെ ഡാൻഡയിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്തായാലും എൻ്റെ ഇനേജുള്ള പ്യുവർ QI കംപ്ലീറ്റ് ഡാമേജ്ഡ് ആണ്. ആ ഹോൾസ് എല്ലാം ഇത് യൂസ് ചെയ്ത് എനിക്ക് അടക്കണമെന്ന് പറഞ്ഞപ്പോൾ ലിറ്ററലി ആ ഒരു പ്യുവർ QI അവിടെ വന്ന് അടയാൻ തുടങ്ങി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഒരു മാസീവ് ഉള്ള QI എക്സ്പ്ലോഷൻ പോലെ. ലിറ്ററലി ആ കേവിൻ്റെ അകത്തുനിന്ന് പവർഫുൾ ഉള്ള വേവ്സ് പുറത്തേക്ക് വരാൻ തുടങ്ങി. ആ സ്ഥലത്ത് മുഴുവൻ ഒരു ഇന്നേറ്റുള്ള പവർ കൊണ്ട് നിറഞ്ഞു. ലിറ്ററലി അതിൻ്റെ ഒരു പ്രഷർ കാരണം ആ ഒരു ലൈറ്റ് ക്രിസ്റ്റൽ നിലത്തേക്ക് വീണു. പിന്നെ കാണുന്നത് ചങ് മെങ് നിലത്തുനിന്ന് നേരെ മുകളിലേക്ക് ഉയരുന്നതാണ്. ലിറ്ററലി അവൻ്റെ ശരീരം നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. അവൻ കണ്ണു തുറന്ന് പിന്നെ ഉച്ചത്തി അലറിക്കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. ഗൈസ്, ഇന്ന് ഞാനും മിഷനും വൺ പീസും ചെയ്യാനുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് ചെറുതാക്കി കളഞ്ഞത്. പിന്നെ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ കുറച്ചധികം ചാപ്റ്റേഴ്സും കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം.